ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മുടെ ഗാർഡനിൽ നിറച്ചു പൂക്കളൊക്കെ വേണമെന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താനാണ്. സ്റ്റാർ സീനിയാണ്. എൻ്റെ കയ്യിൽ സ്റ്റാർ സീനിയയുടെ 4 വെറൈറ്റികളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വൈറ്റ് അല്ല കേട്ടോ, ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറെന്ന് പറയാം. പിന്നെ ഒന്ന് ഓറഞ്ച് കളറ്, പിന്നെ മഞ്ഞ കളറിൽ. ഇതെന്ന് പറയുന്നത് ഒരു ചന്ദന കളർ. ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അതുകൊണ്ട് അത് ഏറ്റവും ആദ്യം പൂവുണ്ടായത് ഈ മഞ്ഞയിലാണ്. അതുകൊണ്ട് ആ മഞ്ഞയുടെ പൂക്കളൊക്കെ ഇത്തിരി എന്തായി നിൽക്കുക, പോകാറായി നിൽക്കുക. കുറച്ചൊക്കെ ആദ്യം ഉണ്ടായ പൂക്കൾ, പക്ഷെ ഒരുപാട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പോയാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കുഞ്ഞു തണ്ട്, ഇങ്ങനത്തെ ഒരു തണ്ട് നമ്മൾ നട്ടാൽ ഇതിൻ്റെ ചെടികൾ പ്രൊപ്പഗേഷന് വേണ്ടി നമുക്കിത് നടാൻ പറ്റും. അത്രയും മതി. ഞാനും ഇതുപോലത്തെ ഒരു തണ്ടാണ് നട്ടത്. ഇത് അങ്ങനെ നട്ടത് ഇട്ടിട്ടാണ് ഇത്രയും നട്ട തണ്ടിൽ നിന്ന് ഇത്രയൊക്കെ വളർന്ന് നിൽക്കുന്നത്. ഇതിൽ ഓറഞ്ച് കളറ് മാത്രം ഇത്തിരി ബുഷിയായിട്ട് ഒരുപാട് പൊങ്ങാതെ നിൽക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നിറച്ചിങ്ങനെ പൊങ്ങി നല്ല ഇത്തിരി ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റികളാണ്. പിന്നെ വലിയ കീടശല്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതിന്. മറ്റ് ചെടികളുള്ളതുപോലെ ഇനി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടികൾ ഉണ്ടായിട്ട് എന്തെങ്കിലും കീടശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ഇടണം കേട്ടോ. എനിക്ക് പക്ഷേ ഇവിടെ വലിയ കീടശല്യങ്ങളൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ വച്ചിരിക്കുന്നത് ടെറസിൽ. ഇതിന് നല്ല വെയിൽ വേണ്ട ചെടിയാണ്, നല്ല വെയിൽ വേണം ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വച്ചിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടുന്ന പോർഷൻ എന്ന് പറയുന്നത് ടെറസാണ്. അപ്പോൾ അതുകൊണ്ട് ടെറസിലാണ് ഞാൻ ഇത് വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വളമൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ പറയാമല്ലോ, ഞാൻ ആകെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വളമെന്ന് പറയാൻ ജൈവ സ്ലറിയാണ്. അപ്പോൾ അതാണ് ഇട്ട് നട്ടപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ടുള്ള പോട്ട് മിക്സിൽ നട്ടു. ചെറിയ രീതിയിലൊരു ചാണകപ്പൊടിയും കൂടെ ഇട്ടുള്ള പോട്ട് മിക്സിൽ നട്ടു. പിന്നെ ഇടയ്ക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ 2 നേരം നനയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ എനിക്ക് വൈകുന്നേരം നനയ്ക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഒരു നേരമേ നനയ്ക്കുന്നുള്ളൂ. പക്ഷെ നല്ലതായിരിക്കും 2 നേരം നനയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചില ദിവസങ്ങളിലൊക്കെ രാവിലെ നനയ്ക്കാൻ വരുമ്പോൾ ഒരു ചെറിയ വാട്ടം തോന്നാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എന്നിട്ടും വലിയ വാട്ടമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് സ്റ്റാർ സീനി എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ പോലുള്ള പൂക്കളായതുകൊണ്ടായിരിക്കാം. അപ്പം നിറയെ പൂക്കളൊക്കെ, എല്ലാവർക്കും പൂക്കളുള്ള ചെടികൾ ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ പൂക്കളുള്ള ചെടികൾ എന്നാൽ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാതെ നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂക്കളായിട്ടൊക്കെ ഇരിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് നന്നായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പ്രൊപ്പഗേഷനും വലിയ പാടൊന്നുമില്ല. കട്ടിങ് മുറിച്ച് വേര് പിടിപ്പിച്ചാൽ മതി. വലിയ പാടൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ്. അപ്പം ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു കമൻ്റായിട്ടൊക്കെ ഇടണം കേട്ടോ, ഇഷ്ടമായ. അപ്പം ഇനിയും കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.